അനങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് ഈ നടുവേദന മാറാത്തത്. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, നടുവേദനയുടെ ഏറ്റവും ചെറിയ കാരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വിവേചിച്ചറിഞ്ഞ് വേണം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ അവസ്ഥയോട് പ്രതികരിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളും ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നു. നമ്മൾ ഒരേ പൊസിഷനിലിരിക്കുക. ഇപ്പം നമ്മൾ ഓക്വേർഡായിട്ടൊന്ന് കിടക്കുക. ചിലപ്പോൾ ചിലരുടെ സോഫയിലൊക്കെ കിടന്ന് TV കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ വേദന ആരംഭിച്ചിട്ടുണ്ടാവുക. അത് നമ്മൾ തന്നെ കൈപിടിച്ച് നോക്കിയാൽ നമുക്കറിയാം ഇവിടെയെല്ലാം നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ ഈ പറഞ്ഞ മസാജും ഈ എണ്ണകളും, അതായത് പ്രത്യേകിച്ച് ഉപയോഗിക്കേണ്ട എണ്ണ കൊട്ടൻ ചുക്കാദി, കർപ്പൂരാദി, കാർപ്പാസസ്ത്യാദി, വലിയ നാരായണ തൈലം, ഇതൊക്കെ ഈ അവസ്ഥയിൽ ഉപയോഗിക്കാം. എന്നിട്ട് ചൂട് പിടിക്കുക. അത് ചിലർ പണ്ടുള്ളവർ ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മുടെ പുളിയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ തോർത്തോ തുണിയോ മുക്കി പിഴിഞ്ഞ് ആവി പിടിക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ വേദന മാറും.